തുംഗനാഥ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂട്ടിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തുംഗനാഥ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 5 പഞ്ചകേദാർ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂട്ടിയതാണ്. മന്ദാകിനി, അളകനന്ദ നദീതടങ്ങൾ രൂപപ്പെടുന്ന ശിഖരങ്ങളുടെ അധിപൻ എന്നാണ് തുംഗനാഥ് എന്ന വാക്കിന്റെ അർത്ഥം. 3680 മീറ്റർ 12073 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ചന്ദ്രശിലയുടെ കൊടുമുടിക്ക് തൊട്ടുതാഴെയാണ്. മഹാഭാരതത്തിലെ നായകന്മാരായ പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിനും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ഇതിഹാസം. ഹിന്ദു ചരിത്രമനുസരിച്ച് ശിവനും ഭാര്യ പാർവതിയും ഹിമാലയത്തിലാണ് താമസിക്കുന്നത്. ശിവൻ കൈലാസ പർവ്വതത്തിൽ വസിക്കുന്നു. പാർവതിയെ ശൈലപുത്രി, പർവ്വതത്തിന്റെ മകൾ എന്ന് വിളിക്കുന്നു. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന ഗർവാൾ മേഖലയിലെ ശിവ പഞ്ചകേദാർ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി നാടോടി ഐതിഹ്യങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിനുശേഷം പാണ്ഡവർ തങ്ങളുടെ പിതൃസഹോദരരായ കൗരവരെ പരാജയപ്പെടുത്തിയ ശേഷം സഹോദരഹത്യയുടെയും ബ്രാഹ്മണഹത്യയുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ചു. ശിവന്റെ അനുഗ്രഹം തേടാൻ അദ്ദേഹം വാരണാസിയിലേക്ക് പോയി. എന്നാൽ ശിവൻ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. ഗർവാൾ മേഖലയിൽ ഒരു കാളയുടെ നന്ദി രൂപത്തിൽ ഒളിച്ചു. വാരണാസിയിൽ ശിവനെ കാണാതെ വന്നപ്പോൾ പാണ്ഡവർ ഗർവാൾ ഹിമാലയത്തിലേക്ക് പോയി. ഗുപ്തകാശിക്ക് സമീപം ഒരു കാള മേയുന്നത് ഭീമൻ കണ്ടു. അത് ശിവനാണെന്ന് ഉടൻ തിരിച്ചറിഞ്ഞു. ഭീമൻ കാളയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശിവൻ നിലത്ത് അപ്രത്യക്ഷനായി. പിന്നീട് കഷണങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. കേദാർനാഥിൽ ഹമ്പ്, തുംഗനാഥിൽ ആയുധങ്ങൾ, രുദ്രനാഥിൽ മുഖം, മധ്യമഹേശ്വരിൽ പൊക്കിൾ, കൽപേശ്വരിൽ മുടി എന്നിവ കണ്ടു. ഈ പുനരവതരണത്തിൽ സന്തുഷ്ടരായ പാണ്ഡവർ പഞ്ചകേദാര ക്ഷേത്രങ്ങൾ പണിത്. പ്രാർത്ഥന. മറ്റ് കേദാർ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരല്ലാത്ത മക്കുമത്ത് ഗ്രാമത്തിൽ നിന്നുള്ള പ്രാദേശിക ബ്രാഹ്മണരാണ് തുംഗനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാർ. ശൈത്യകാലത്ത് ക്ഷേത്രം അടച്ചിടും. ഇവിടെ നിന്ന് 29 കിലോമീറ്റർ അകലെയുള്ള മക്കുമത്ത് ഗ്രാമത്തിലെ മാർക്കണ്ഡേശ്വര ക്ഷേത്രത്തിലേക്ക് ദേവന്റെ പ്രതീകാത്മക ചിത്രം കൊണ്ടുപോകുന്നു. ഭൂമിശാസ്ത്രം. മന്ദാകിനി, അളകനന്ദ നദികളുടെ ജലത്തെ വേർതിരിക്കുന്ന കുന്നിൻ മുകളിലായാണ് തുംഗനാഥ് സ്ഥിതി ചെയ്യുന്നത്. ആകാശകാമിനി നദി രൂപപ്പെടുന്ന 3 വെള്ളച്ചാട്ടങ്ങളുടെ ഉറവിടമാണ് തുംഗനാഥ് കൊടുമുടി. ചോപ്തയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. ചന്ദ്രശില കൊടുമുടിയുടെ മുകളിൽ നിന്ന് ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളുടെയും ഗർവാൾ താഴ്വരയുടെയും പനോരമിക് കാഴ്ചകൾ കാണാം. കാലാവസ്ഥ. തുംഗനാഥിലെ കാലാവസ്ഥ വർഷം മുഴുവനും തണുത്തതാണ്. വേനൽക്കാലത്ത് ശരാശരി താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശൈത്യകാലത്ത് താപനില മരവിപ്പിക്കുന്ന പോയിന്റിന് താഴെയായി താഴുന്നു. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച കാരണം ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതിനാൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ട്രാക്കിംഗും ആക്സസ്സും. രുദ്രപ്രയാഗിൽ നിന്ന് 23.9 കിലോമീറ്റർ അകലെയുള്ള ചോപ്തയിൽ നിന്നാണ് 5 കിലോമീറ്റർ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. തുംഗനാഥിലേക്കുള്ള ഏറ്റവും ചെറിയ ട്രെക്കിംഗ് ആണ് 4 മുതൽ 5 മണിക്കൂർ വരെ. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലും സസ്യജാലങ്ങളാലും ചുറ്റപ്പെട്ടതാണ് ഈ ട്രെക്കിംഗ്. ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡിലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഋഷികേശിലാണ്. രാവണശില. സംസാരിക്കുന്ന പർവ്വതം. തുംഗനാഥ ക്ഷേത്രത്തിനു മുകളിലാണ് രാവണശില സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രശില എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ക്ഷേത്രം ഇവിടെയുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. രാവണനെ വധിച്ചതിനു ശേഷം രാമൻ ഇവിടെ തപസ്സു ചെയ്തു എന്നാണ്